അപ്പോൾ ഈ ഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 6000 വർഷം മുൻപ് മുതൽ ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിച്ചിരുന്നവരിപ്പോൾ. അപ്പോൾ ആ സമയത്ത് അവർ ജനങ്ങൾ സംസാരിക്കാൻ ഭാഷയൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ കണ്ട കാര്യങ്ങൾ അവർ യൂസ് ചെയ്തത് അവരുടെ കൂടെ ഉണ്ടായ പ്രാചീന ശിലായുഗം പഠിക്കുന്നത് ചിത്രങ്ങളാണ്. എടക്കൽ പ്രശസ്തമാകുന്നത് ഇങ്ങനത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടക്കൽ കേവാണെന്നാണ് പറയുന്നത്. ഏകദേശം 500ഓളം സ്ക്വയർ ഫീറ്റിൽ ചിത്രങ്ങളുണ്ട്. നമുക്ക് മനസ്സിലായത് 20% ഉള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് വന്ന് ഇവിടെ താമസിച്ചു, ചിത്രങ്ങൾ വരച്ചു, പോയി മറ്റ് സ്റ്റെപ്പ് വന്നതിന് മുകളിൽ പോയി വരച്ചിട്ട് കുറച്ച് ഓവർലാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഒരു ഗോത്രത്തലവനുണ്ടോ, ട്രൈബൽ ലീഡർ കൈ ഉയർത്തി പിടിച്ച് ശ്രവണമൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു ഗോത്ര തലവൻ്റെ ചിത്രം. ഇവിടെ ട്രൈബൽ ലീഡർ സെയിം പേഴ്സൻ്റെ പുറകുവശം, മുൻവശവും പുറകുവശവുമായിട്ട് കണക്കൂട്ടുന്നു. ഇതൊരു മുഖം, കണ്ണു മൂക്കൊക്കെ കാണാം. ഇവിടെ ഒരു ആനയുടെ ചിത്രമുണ്ട്, അപ്പോൾ ഇവിടെ സ്ത്രീ രൂപമുണ്ട്, കാണുന്നുണ്ടോ? നമ്മൾ വാലിട്ടേപ്പ് വാട്ടെന്നൊക്കെ പറയില്ലേ, ട്രയാങ്കിൾ ഇട്ടിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. നോക്കുന്നു, സ്ത്രീയും ഒരു കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ സൂര്യനെ അനുസ്മരിക്കുന്നു. പണ്ട് കാലത്തെ ജനങ്ങൾ ദൈവമായിട്ട് അരച്ചത് സൂര്യൻ്റെ മുകളിൽ 2 ലൈൻ മുകളിലോട്ട് പോകുന്നത് നോക്കൂ. അതൊരു മയിലിൻ്റെ ചിത്രം കേട്ടോ, കണ്ടില്ലേ? ഒരു 2 ലൈൻ അങ്ങനെ പോകുന്നുണ്ട്, ഹെഡ് ഒരു മയിലിൻ്റെ ചിത്രം. ഇവിടെ നമ്മൾ ലാഡർ പോലെ നോക്കുമോ, സ്റ്റെപ്പായിട്ട് അതൊരു ഉന്തുകൊണ്ടൊരു ചിത്രം, ഒരു സ്റ്റേജിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും പഴക്കം 6000 years ഓൾഡാണ്. പിന്നെ അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 ലിപികളുണ്ട്. ബ്രാഹ്മി തമിഴും പ്രാചീന സംസ്കൃതവുമാണ്. 2000 മുതൽ 2005 വർഷം പഴക്കം പറയപ്പെടുന്നുണ്ട്. അത് എഴുതിയിരിക്കുന്നത് പല പുലിയെ കൊന്ന ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കേവ് കണ്ടുപിടിക്കുന്നത് 1894 അന്നത്തെ മലബാറിൻ്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫൗസറ്റ് എന്ന് പറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്ന് 4000 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ. മഴ പെയ്യുമ്പോൾ വെള്ളം മുകളിൽ കുഴിയില്ല, കുഴിക്കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കും, വെള്ളം തങ്ങി നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ജനങ്ങളിലൂടെ താമസിച്ചിരുന്നതെന്ന് നമ്മൾ പറയപ്പെടുന്നത്. കേവിന് ഏകദേശം 30,000 വർഷവും ചിത്രങ്ങൾക്ക് 6000 വർഷം പഴക്കമുണ്ട്. എടക്കൽ എന്ന പേര് വരുന്നത് ഈ കല്ലുകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ എടക്കൽ എന്ന പേര് വരുന്നത്. ചിത്രങ്ങൾ